പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. യുഎസുമായുള്ള സമാധാന ചർച്ചകൾ അവസാനിപ്പിക്കുന്നതായി ഇറാൻ സൂചന നൽകുന്നു. ഇതോടെയാണ് സ്ഥിതി രൂക്ഷമാകുന്നത്. ലെബനനിലും ഗാസയിലും ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ യുഎസുമായി മധ്യസ്ഥ ചർച്ചകൾക്കില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. യുഎസുമായുള്ള ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്നും ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായി തടയുമെന്നും ഇറാൻ അറിയിക്കുന്നു. യമനിലെ ഹൂതി വിമത സഖ്യകക്ഷികൾക്ക് പേർഷ്യൻ ഗൾഫിലെ മറ്റൊരു പ്രധാന ജലപാതയായ ബാബ് എൽ മാൻഡബ് കടലിടുക്ക് വഴി വരുന്ന വാണിജ്യ കപ്പലുകൾക്ക് ഇറാൻ ഭരണകൂടം ആക്രമിക്കാൻ അനുമതി നൽകിയെന്നും റിപ്പോർട്ടുണ്ട്. അതിനിടെ ലെബനിൽ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആക്രമണങ്ങൾ തുടരുകയാണ്. വെടിനിർത്തൽ വ്യവസ്ഥകളിൽ ഉൾപ്പെട്ടതാണ് ലെബനൻ. വ്യവസ്ഥകളെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്നതിനാൽ മധ്യസ്ഥൻ വഴിയുള്ള ചർച്ചകളും നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നു. അതിനിടെ അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കി പശ്ചിമേഷ്യയിൽ വീണ്ടും വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നു. ഇറാന്റെ തീരദേശ നഗരമായ ഗെരുക്, തന്ത്രപ്രധാനമായ ക്യൂഷം ദ്വീപ് എന്നിവിടങ്ങളിൽ അമേരിക്ക പ്രത്യാക്രമണം നടത്തിയെന്നും വാർത്തകൾ പുറത്തുവരുന്നു. അതിനിടെ സമാധാന ചർച്ചകൾ അതിവേഗം തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.